കേരളത്തെ അപമാനിക്കുക മാത്രമല്ല തുടർച്ചയായി അവഹേളിക്കുക കൂടി ചെയ്യുന്നൊരു ബജറ്റാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. ഏറ്റവും നിർഭാഗ്യകരമായ കാഴ്ച, ദയനീയമായ കാഴ്ച ഇന്ന് നമ്മൾ കണ്ടത് ഈ ബജറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന BJP നേതാക്കളുടെ അവസ്ഥയാണ്. പ്രത്യേകിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വളരെ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെയോ അദ്ദേഹം പറയുന്നു. ജൽജീവൻ എവിടെയാണ് PM ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട പദ്ധതി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കണക്കുകളിടയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവസാനം പുള്ളി പറഞ്ഞു നിങ്ങൾ NDA ഭരിച്ച ഡബിൾ എഞ്ചിൻ ആണെങ്കിൽ തരാം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് തൽക്കാലം ഈ സിംഗിൾ എഞ്ചിൻ കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ മെച്ചപ്പെടുന്നു എന്നതിൻ്റെ കണക്കുകൂടി നമ്മൾ പറയണം. 2 ദിവസം മുമ്പല്ലേ നമ്മുടെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. ഒരു താരതമ്യത്തിലൂടി തന്നെ വേണം നമ്മളിത് മനസ്സിലാക്കാൻ. കേരളം ഒരുപാട് പ്രതീക്ഷിച്ചു എന്നൊരു വസ്തുതയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമായതുകൊണ്ട് തന്നെ നമ്മളും പ്രതീക്ഷിച്ചു എയിംസ് കിട്ടും, അതിവേഗ റെയിൽ വരും. പക്ഷേ കിട്ടിയത് ആമയും തേങ്ങയും ഒക്കെയാണ് എന്നുള്ളതാണ്. ഇനി ആമയുടെയും തേങ്ങയുടെയും കാര്യമാണെങ്കിലും അതിനകത്ത് കൗതുകകരമായ 2 കാര്യമുണ്ട്. ഞാൻ അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കടലാമ സംരക്ഷണം വന്നല്ലോ. നമ്മളെന്താ കരുതിയത്? കടലാമയോടുള്ള പ്രത്യേക സ്നേഹവും പരിസ്ഥിതി സംരക്ഷണത്തിൽ പ്രത്യേക താല്പര്യവുമുള്ള മോദി സർക്കാർ കടലാമകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ കടൽ തീരങ്ങളിലേക്ക് ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നു. പച്ചക്കള്ളം. 2500 കോടി രൂപയാണ് ഒരു വർഷം ഇവിടെ നിന്ന് കടൽ ചെമ്മീൻ അമേരിക്കയിലേക്ക് പോയില്ലെങ്കിലുള്ള നഷ്ടം. കടൽ ചെമ്മീന് വിലക്കുണ്ട്. എന്താ കടൽ ചെമ്മീൻ അമേരിക്ക വിലക്കേർപ്പെടുത്തിയതിൻ്റെ കാരണം? ഈ ടട്ടിലുകൾ, ഈ കടലാമകൾ ഇവിടുത്തെ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വലകളിൽ കുടുങ്ങിയതുകൊണ്ട്, കടലാമകൾക്ക് വംശനാശം നേരിടുന്നത് കൊണ്ട് കേരളത്തിൽ നിന്നുള്ള കടൽ ചെമ്മീൻ അമേരിക്കയിലേക്ക് എടുക്കുന്നില്ല. കടൽ ചെമ്മീൻ വ്യാപാരികളെ സംബന്ധിച്ച് അത് വലിയ നഷ്ടമാണ്. ഒരു വർഷം 2500 കോടി. അതായത് കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന കടലാമ സംരക്ഷണം പോലും ആർക്കു വേണ്ടിയാണ് എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇനി വേറൊന്നും കൂടിയുണ്ട്, ധാതു ഇടനാഴി. ധാതു ഇടനാഴിയുടെ കാര്യത്തിലും അതേപോലെയാണ്. നമ്മളൊക്കെ വലിയ പ്രതീക്ഷ അർപ്പിച്ചതാണ് ധാതു ഇടനാഴി. ഇത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധാതു ഇടനാഴിയല്ല. അതേത് ധാതു ഇടനാഴി? ചവറയും കൊച്ചിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന KMRLനെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ധാതു ഇടനാഴിയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ധാതു ഇടനാഴിയോ ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കേരളത്തിൻ്റെ കടൽ തീരത്തുള്ള ഏറ്റവും കൂടുതൽ ധാതു സമ്പത്തുകളുള്ള ആഴക്കടലിൽ നിന്ന് ഖനനം ചെയ്ത്, കേരളത്തിൻ്റെ തീരക്കടലിൽ നിന്ന് ഖനനം ചെയ്ത് നമ്മളുടെ ഈ ഇൽമനൈറ്റ് അടക്കമുള്ള ധാതു പദാർത്ഥങ്ങൾ കേരളത്തിന് പുറത്തേക്ക് കടത്തിക്കൊണ്ടു പോകാനുള്ള റൂട്ടാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കേരളത്തിൻ്റെ പൊതുമേഖലയിൽ ഖനനം നടത്തുന്ന ഒരു സംഗതിയല്ല. കേരളത്തിന് പുറത്ത് കടൽ ഖനനം നടത്താൻ വേണ്ടിയിട്ട് സ്വകാര്യ കമ്പനികൾക്ക് കുത്തകപ്പാട്ടത്തിനുള്ള അനുവാദം കൊടുത്തിരിക്കുന്ന കേന്ദ്ര സർക്കാർ ധാതു ഇടനാഴി എന്ന പേരിൽ കൊണ്ടുവരുന്നത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പൊതുമേഖലയിൽ നിൽക്കുന്ന ധാതു ഇടനാഴിയല്ല. അപ്പോൾ കടലാമയാണെങ്കിലും ശരി, നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടെ ഇരുന്ന റെയർ എർത്ത് കോറിഡോർ ആണെങ്കിലും ശരി, ഇതൊന്നും തന്നെ കേരളത്തിൻ്റെ ഗുണകരമായ ഒന്നല്ല. പിന്നെ എന്താണ് എന്നുള്ളതാണ്. ഞാൻ കണക്കുകളിലൂടെ വരാം. എങ്ങനെയാണ് അവഗണന കേരളത്തോട് കാട്ടിയത്? ബജറ്റിനെ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ ആദ്യം ഈ താരതമ്യം ഒന്ന് പറയാം. നമ്മുടെ പൊതു കടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതാണല്ലോ കേന്ദ്രത്തിൻ്റെ കടത്തെക്കുറിച്ച് നേരത്തെ ജിമ്മി പറഞ്ഞു സൂചിപ്പിച്ചു പോയി. കേന്ദ്രത്തിൻ്റെ കടത്തിൻ്റെ GDP കടം റേഷ്യോ എത്രയാ? ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്കനുസരിച്ച് ഇന്നത്തെ ബജറ്റിൽ അത് 55.6%. 55.6%. കേരളത്തിൻ്റെത് എത്രയാണ്? 38.87%. 34.87% കുറഞ്ഞു. കേന്ദ്രത്തിൻ്റെ കടം 55.6% നിൽക്കുകയും കേരളത്തിൻ്റെ പൊതുകടം 34.87%. അതായത് കടം GSDP റേഷ്യോ ആയി നിൽക്കുകയും ചെയ്തു. അപ്പോൾ കേരളമാണോ കേന്ദ്രമാണോ കടത്തിൻ്റെ കാര്യത്തിൽ മുൻപിൽ നിൽക്കുന്നത്? ഇനി അത് ആക്ച്വൽ ടൈംസിൽ പറയുമ്പോഴേ മനസ്സിലാവും. ഈ ശതമാനം പറഞ്ഞാൽ മനസ്സിലാവില്ല. കേന്ദ്രത്തിൻ്റെ കണക്ക് 200 ലക്ഷം കോടി രൂപ കടന്നു. കേന്ദ്രത്തിൻ്റെ പൊതുകടം 200 ലക്ഷം കോടി കടന്നു. കേരളത്തിൻ്റെ പൊതുകടമോ? കേരളം കടക്കണിയിൽപ്പെട്ടിരിക്കുന്നുവെന്ന് കള്ളം പറയുന്നവരോടാണ്. 200 കോടി കേന്ദ്രത്തിൻ്റെ കടന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ പ്രകാരം 4.88 ലക്ഷം കോടിയാണ്. 4,88,000 കോടിയാണ് കേരളത്തിൻ്റേത്. കേന്ദ്രത്തിൻ്റേത് 200 ലക്ഷം കോടി കടന്നു എന്നുള്ളതാണ്. അപ്പോൾ അനുവാദത്തിൻ്റെ നിരക്കിലും ആക്ച്വൽ ടേംസിൽ നോക്കിയാലും കേന്ദ്രവും കേരളവും തമ്മിൽ കടലോളം ദൂരമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി കേരളം കടക്കണിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് BJPയുടെ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കേരളത്തെ ഉപദേശിക്കാൻ വരരുത്. കേരളം ഏറ്റവും മോശമായ കടക്കണിയുള്ള ആദ്യത്തെ 12 സംസ്ഥാനങ്ങളുടെ പട്ടികയിലില്ല എന്നതും നമ്മൾ ചേർത്ത് വായിക്കണം. അത് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരാം. നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റും കേന്ദ്രത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റും തമ്മിലുള്ള ബന്ധമൊന്ന് നോക്കൂ. ധനക്കമ്മി എത്രയും നിർത്തണമെന്നാണ് പറഞ്ഞത്? 4% കുറയ്ക്കണം. അതല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു എക്കണോമി ആയിരിക്കില്ല എന്നാണ് പറഞ്ഞത്. കേരളത്തിൻ്റെ എക്കണോമിയാണോ കേന്ദ്രത്തിൻ്റെ എക്കണോമിയാണോ ആരോഗ്യമുള്ളത്? കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.4%. കേന്ദ്രത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, കേരളത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3.86%. 4% താഴെ നിൽക്കുന്നു കേരളം, 3.86.
4.4% കേന്ദ്രത്തിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ ധനക്കമ്മി എവിടെയാണ് കൂടുതൽ? കേന്ദ്രത്തിൽ കൂടുതൽ, കേരളത്തിൽ കുറവ്. പ്രതിശീർഷ വരുമാനം എടുത്തു നോക്കൂ. പ്രതിശീർഷ വരുമാനം കേരളത്തിൽ 1.79 ലക്ഷം. ഇന്നത്തെ ബഡ്ജറ്റിൽ പറയുന്നു ദേശീയ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് 1.33 ലക്ഷം. സാമ്പത്തികാവസ്ഥയിലെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഈ കണക്കുകളെല്ലാം നമ്മളോട് പറയുമ്പോഴും നമ്മളെ എന്തുകൊണ്ട് നിരാകരിച്ചു എന്നുള്ളതാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ തന്നെയുള്ള ഒരു റിജക്ഷൻ മാത്രമേ ഉള്ളൂ. അല്ല, ഇതിനോടൊപ്പമാണ് നമ്മൾ ധനകാര്യ കമ്മീഷൻ കൂടി ചേർത്ത് വായിക്കേണ്ടത്. 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ കൂടി വായിക്കുമ്പോഴേ ഈ അവഗണന പൂർത്തിയാവൂ. ശരിക്കും പറഞ്ഞാൽ ഇരുട്ടടിയാണ് കേരളത്തിന് കിട്ടിയത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. കാരണം ബജറ്റിലുള്ള അവഹേളനം, അപമാനം ഒരു വശത്ത്, കൂടാതെ വളരെ കൃത്യമായിട്ട് നോക്കൂ, ഇത് പിൻവാതിലിലൂടെ കേരളത്തെ എങ്ങനെയാണ് ഉപദ്രവിക്കുന്നതെന്ന് ധനകാര്യ കമ്മീഷൻ പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ എന്താ, കഴിഞ്ഞ തവണത്തതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നികുതി ഷെയർ എല്ലാ സംസ്ഥാനങ്ങൾക്കും തന്നിട്ടുണ്ടല്ലോ. 41% ശരിയാണ്. കഴിഞ്ഞ തവണത്തെ മൊത്തം മൊത്തം നികുതി വരുമാനത്തേക്കാൾ ഇക്കുറി 41% ആകുമ്പോൾ ആക്ച്വൽ ടേംസിൽ കൂടും എന്നാണ് പറയുന്നത്. അല്ല, ആക്ച്വൽ ടൈംസിൽ കുറയാൻ പോകുന്നു. എങ്ങനെയാണ് കുറയാൻ പോകുന്നത്? അതാണ് നേരത്തെ ജിമ്മിയും പി ആർ സുനിലും സൂചിപ്പിച്ചത്. ഇതിനകത്ത് അതിൻ്റെയോടൊപ്പം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗ്രാൻസ് ഇൻ എയ്ഡായിട്ട് നമുക്ക് കിട്ടുന്നത് എപ്പോൾ? ഈ അവശ്യ ഗ്രാൻഡായിട്ട് കിട്ടുന്നത്, റവന്യൂ കമ്മിയുടെ ഗ്രാൻഡായിട്ട് നമുക്ക് കിട്ടുന്നത്, അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു ഗ്രാൻഡ് ഇൻ എയ്ഡായിട്ട് കൊടുക്കും. നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞ തവണ ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ ഗ്രാൻഡ് ഇൻ എയ്ഡായിട്ട് ലഭിച്ചത് 37,000 കോടി രൂപയാണ്. 37,400 കോടി രൂപ. അവശ്യ ഗ്രാൻഡായി ലഭിച്ചത് 2,412 കോടി. ഇത് രണ്ടും ഇനി മുതൽ ധനകാര്യ കമ്മീഷൻ നൽകൂല എന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് കേരളത്തിന് ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ കിട്ടിയ ഫിസ്ക്കൽ ഡെഫിസിറ്റും ഗ്രാൻഡായിട്ട് കിട്ടിയ, റവന്യൂ ഡെഫിസിറ്റിൻ്റെ ഗ്രാൻഡായിട്ട് കിട്ടിയ, ഒപ്പം തന്നെ അവശ്യ ഗ്രാൻഡായിട്ട് കിട്ടിയ 40,000 കോടി ഇനി മുതൽ ഉണ്ടാവില്ല. 40,000 കോടി എന്ന് പറഞ്ഞാൽ എത്ര വരും? ഒരു വർഷം 8,000 കോടി വരും. ആ 8,000 കോടി മതി കേരളത്തിൽ 62 ലക്ഷം ആളുകൾക്കും പെൻഷൻ കൊടുക്കാൻ ആവശ്യമായ തുകയാണ് ഒരു വർഷം റദ്ദ് ചെയ്യപ്പെട്ടു പോകുന്നത്. 5 വർഷം കൊണ്ട് 40,000 കോടിയുടെ നഷ്ടമുണ്ടാവാൻ പോകുന്നു. 17,000 കോടി സർക്കാർ ആവശ്യപ്പെട്ടതാണ്. ആവശ്യപ്പെട്ടത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. 8,000 കോടിയുടെ സ്ഥാനത്ത് 17,000 കോടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഇപ്പോൾ 8,000 കോടിയും കിട്ടാത്ത അവസ്ഥയായി എന്നുള്ളതാണ് ധനകാര്യ കമ്മീഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിനകത്ത് തന്ത്രപരമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് എന്താ? 50% മാറ്റണം ഈ ഡിവിസീവ് പൂളിൽ നിന്ന്, കേന്ദ്രത്തിന് ലഭിക്കുന്ന നികുതിയിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാൻസ് ഇൻ എയ്ഡിൽ നിന്നുള്ള നമ്മുടെ വിഹിതം വർദ്ധിപ്പിക്കണം. അതിൽ നികുതിയുടെ കാര്യത്തിൽ മാത്രം അത് 41% എന്നുള്ളത് 50% ആക്കണമെന്ന് പറയുമ്പോൾ അത് ചെയ്യാതെ 41% മാറ്റുക മാത്രമല്ല ചെയ്തത്. നോക്കൂ, നിലവിൽ നമുക്ക് ലഭ്യമാകേണ്ടിയിരുന്ന വരുമാനത്തിൽ നിന്ന് ഡിവിസീവ് പൂളിൽ ഉണ്ടായിരുന്ന പലതും ടാക്സിൽ നിന്ന് മാറ്റി സർചാർജിലേക്കും സെസ്സിലേക്കും എടുത്തു മാറ്റി. അതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷമുള്ള നികുതിയുടെ വീതം വയ്ക്കലാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നോൺ ടാക്സ് റവന്യൂവിൻ്റെ കാര്യത്തിൽ കേന്ദ്രം വലിയ വർധന ഉണ്ടാക്കിയിരിക്കുന്നു. 1 ലക്ഷം കോടിയിൽ നിന്ന് 3.25 ലക്ഷം കോടിയായിട്ട് നോൺ ടാക്സ് റവന്യൂ വർദ്ധിച്ചു. അതിൻ്റെ എന്തെങ്കിലും വിഹിത സംസ്ഥാനത്തിന് കിട്ടുമോ? 1 ഇഞ്ച് കിട്ടൂല എന്നുള്ളതാണ്. 1% പോലും കേരളത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നോൺ ടാക്സ് റവന്യൂൻ്റെ കാര്യത്തിൽ വർധനയില്ല. നമുക്ക് കിട്ടിയിരുന്ന റവന്യൂ ഡെഫിസിറ്റിൻ്റെ ഗ്രാൻഡായിട്ടും അവശ്യ ഗ്രാൻഡായിട്ടും ധനകാര്യ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് പ്രകാരം കിട്ടുന്നില്ല എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇനി വിവേചനം വ്യക്തമായിട്ട് അറിയണമെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ധനകാര്യ കമ്മീഷൻ കൊടുക്കുന്നതും കേരളത്തിന് കൊടുക്കുന്നതും തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൂടി അറിഞ്ഞു തന്നെ പോകണം. ഉത്തർപ്രദേശിന് 17.6719, അതായത് 100 രൂപ കേന്ദ്രം മൊത്തം സംസ്ഥാനങ്ങൾക്കുമായി വീതിച്ച് നൽകുമ്പോൾ ഉത്തർപ്രദേശിന് 17 രൂപ കൊടുക്കുന്നു. ഉത്തർപ്രദേശിന് 17 രൂപ. ബീഹാറിന് കൊടുക്കുന്നത് 9 രൂപ, 9.948. മധ്യപ്രദേശിന് BJP ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനത്തിന് കൊടുക്കുന്നത് 7 രൂപ 34 പൈസ. മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കുന്നത് 6 രൂപ 44 പൈസ. രാജസ്ഥാന് കൊടുക്കുന്നത് 5 രൂപ 92 പൈസ. നമ്മുടെ കേരളത്തിന് കൊടുക്കുന്നതോ 2 രൂപ 38 പൈസ. ഇതാണ് ധനകാര്യ കമ്മീഷൻ, 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തോട് ചെയ്യുന്ന വിവേചനം. ഒരു ഭാഗത്ത് വിവേചനം, ഉത്തർപ്രദേശിന് 100-ൽ 17 രൂപ കൊടുക്കുകയും നമുക്ക് 100-ൽ 2 രൂപ 38 പൈസ മാത്രം തരികയും ചെയ്യുന്ന സംവിധാനം. അത് വിവേചനപരമല്ലേ? നമ്മൾ ആവശ്യപ്പെട്ടതൊന്നും നമുക്ക് അനുവദിച്ചില്ല. വിഴിഞ്ഞത്തിൻ്റെ ഞാൻ പ്രതീക്ഷിച്ചു ഒരുപക്ഷെ ഈ ബജറ്റിലെങ്കിലും ആ VGF ഫണ്ട് അങ്ങ് ലോണ് എന്ന നിലയിൽ നിന്ന് മാറ്റി അത് ഫണ്ടായിട്ട് കൊടുത്തേക്കാമെന്ന് തീരുമാനിച്ചു. വിഴിഞ്ഞമെന്നൊരു വാക്ക് പരാമർശിച്ചിട്ടില്ല. വയനാടിനെ കുറിച്ചൊരു വാക്ക് പരാമർശിച്ചിട്ടില്ല. നമ്മുടെ സാധാരണ കർഷകരെ കുറിച്ചൊരു വാക്ക് പരാമർശിച്ചിട്ടില്ല. തീരദേശ തൊഴിലാളികളെ കുറിച്ചൊരു വാക്ക് പരാമർശിച്ചിട്ടില്ല. ഇതെവിടെയാണ് ഈ ബജറ്റ് ചേർത്ത് പിടിക്കുന്ന? കർത്തവ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കർത്തവ്യമല്ല,
ഇത് കർമ്മഫലമാണ് എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഞാനതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും ആ അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കേരളത്തോട് ആമ വേഗമോ എന്നുള്ളതാണ്. ഒരു ട്രോള് വന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു സഹമന്ത്രി എയിംസ് അവിടെ ആവശ്യപ്പെട്ടപ്പോൾ നിർമ്മലാ സീതാരാമൻ പറഞ്ഞ ഒരു ചോദിച്ചു അത്രേ, ഉങ്ങൾക്ക് എയിംസ് വേണമാ എന്ന് ചോദിച്ചപ്പോൾ ഇവിടുന്ന് പറഞ്ഞു എന്ന് ആമ എന്ന് പറഞ്ഞപ്പോൾ കടലാമയുടെ സംരക്ഷണത്തിലുള്ള പ്രോജക്റ്റ് കൊടുത്തു എന്നുള്ളതാണ്. നമ്മുടെ സഹമന്ത്രിയുടെ ട്രോളായിട്ട് മാത്രം എടുത്താൽ മതി. പക്ഷേ ആ സഹമന്ത്രി ആലപ്പുഴയിലൊക്കെ കൊണ്ടുതരും മോനെ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ബാക്കി അതേ ടോണിൽ പറയാൻ നമുക്ക് അനുവാദമില്ലാത്തത് കൊണ്ട് ഞാനിത് പറയാത്തതാണ്. ഇപ്പോൾ കേരളം തിരിച്ച് ചോദിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കേരളത്തിന് ആമ വേഗമോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ആമയും തേങ്ങയൊക്കെ ആണ് കിട്ടിയിരിക്കുന്നത്. അത് കിട്ടിയതിന് പിന്നിലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങളുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. അപമാനം, അവഹേളനം, വിവേചനം. Meet the editors.